നമസ്കാരം. റാഫ്റ്റോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഹുലിൻ ആൽവാരസ് മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്ന് അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക് ചേക്കേറിയ ശേഷം ഇപ്പോൾ ലാ ലീഗയിൽ 2 കളികൾ കളിച്ചു. കഴിഞ്ഞ കളി അദ്ദേഹം സബ്സ്റ്റിറ്റ്യൂട്ട് റോളിലായിരുന്നെങ്കിൽ ഇന്നലെ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെ അദ്ദേഹത്തിന് ലാ ലീഗയിൽ ഗോൾ അടിക്കാൻ പറ്റിയിട്ടില്ല. എന്തായാലും ഇന്നലത്തെ കളി ജിറോണക്കെതിരെ 3-0 അത്ലറ്റിക്കോ മാഡ്രിഡ് വിജയിച്ചതിന് ശേഷം അവരുടെ കോച്ച് ഡിയേഗോ സിമയോണി ഹുലിൻ ആൽവാരസിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഹുലിൻ ആൽവാരസിന് 2 റോളുകളിലും കളിക്കാൻ പറ്റും. അതായത് നമ്പർ 9 ആയിട്ടും സെക്കൻഡ് സ്ട്രൈക്കറായിട്ടും കളിക്കാൻ പറ്റും. ഈ റിവർ പ്ലേറ്റിൽ അവിടെ നിന്നാണല്ലോ അദ്ദേഹം തൻ്റെ കരിയർ ആരംഭിക്കുന്നത്. അവിടെ അദ്ദേഹം ഇൻക്രെഡിബിളി വെൽ ആയിട്ട് കാര്യങ്ങൾ പെർഫോം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അവിടെ നമ്പർ 9 ആയിരുന്നു. അർജന്റീന ദേശീയ ടീമിലും അദ്ദേഹം നമ്പർ 9 ആയിട്ടാണ് വേൾഡ് കപ്പ് വിജയിച്ചത്. തീർച്ചയായിട്ടും 2 റോളുകൾ കൈകാര്യം ചെയ്യാനുമുള്ള കപ്പാസിറ്റി ഹുലിൻ ആൽവാരസിനുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള കോംപ്ലിമെന്ററി ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള താരങ്ങൾ, ഒരുമിച്ച് കളിക്കാൻ കെൽപ്പുള്ള താരങ്ങളുണ്ട്. ഇപ്പം സ്വർണ്ണത്തിനെ പോലെയുള്ള താരങ്ങളൊക്കെ ടീമിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി എൻ്റെ ജോലിയാണ്, ഇനി കാര്യങ്ങൾ എൻ്റെ കയ്യിലാണ്. എങ്ങനെ ഇവരെ അഡാപ്റ്റ് ചെയ്യിക്കണം എന്നുള്ളത് ഞാനാണ് തീരുമാനിക്കേണ്ടത്. അതാണ് ഇനി എൻ്റെ ശ്രമവും എന്നാണ് ഇപ്പോൾ ഡിയേഗോ സിമയോണി പറയുന്നത്. ഏതായാലും ഇതവണ ടീമിലേക്ക് കുറെ അഡീഷൻസ് ഒക്കെ വരുത്തി ശക്തമായിട്ടുള്ള ഒരു സ്ക്വാഡും കൊണ്ട് റയൽ മാഡ്രിഡിനും ബാഴ്സലോണക്കും ഒക്കെ വെല്ലുവിളിയായി ലാ ലീഗ കിരീടത്തിൽ ലക്ഷ്യമിട്ട് തന്നെയാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം 2 റൗണ്ട് മത്സരങ്ങൾ കഴിയുമ്പോൾ ഒരു വിജയവും ഒരു സമനിലയുമായിട്ട് 4 പോയിന്റുമായിട്ട് ലാ ലീഗയുടെ പോയിന്റ് പട്ടികയിൽ അവർ 3-ാം സ്ഥാനത്ത് നിൽക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് ഇടുവതാം.